ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് ആവിയിലാണ് ചെയ്തെടുക്കുന്നത്. എണ്ണയോ അങ്ങനെയൊന്നും അധികം യൂസ് ചെയ്യാൻ തയ്യാറാക്കിയെടുക്കുന്ന ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്മീനാണ്. ഞാനിവിടെ ഏകദേശം 1/2 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ചെമ്മീനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഡീവൈൻ ചെയ്ത് മാറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെമ്മീൻ തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം ചിക്കൻ ആയാലും കുഴപ്പമില്ല, അതുപോലെ വേറെ ഏതെങ്കിലും മീനുകളായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഞാൻ ചെമ്മീൻ ആയതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. മീനോ മറ്റ് മീനുകളോ അങ്ങനെയാണെങ്കിൽ അതിന് ആവശ്യമൊന്നുമില്ല, നേരെ മാരിനേഷൻ ചെയ്താൽ മതി. ഇനി നമുക്കിത് മാരിനേഷൻ ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നമുക്ക് ഈ ഒരു മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ സെയിം മാരിനേഷൻ തന്നെ നമുക്ക് ചിക്കനിലും മറ്റ് മീറ്റുകളിലും നമുക്ക് ചെയ്ത് കേട്ടോ. അതെന്നിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.25 കപ്പാണ് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വെള്ളം അളന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഈ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ എന്തെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇനി നമ്മൾ കുറച്ച് ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1.25 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ തേങ്ങ, ഒരു 2 ചെറിയുള്ളി, ഒരു 1/4 ടീസ്പൂൺ നമ്മൾ പെരുംജീരകമാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് അരഞ്ഞ് വരുമ്പോൾ 1/2 കപ്പോളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത അരപ്പിൻ്റെയും കൂടെ അളവനുസരിച്ചാണ് കേട്ടോ 2 കപ്പ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ നൈസ് പത്തിരിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നോർമലി നമ്മൾ ഇപ്പോൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴയ്ക്കുമല്ലോ, ആ ഒരു പാകത്തിനാണ് ഇതിൻ്റെ മാവിൻ്റെ ടെക്സ്ചർ ഉണ്ടായിരിക്കേണ്ടത്. 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പ്രോൺസ്, അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പ്രോൺസ് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ ഒരു ക്രിസ്പി ആക്കിയൊന്നും എടുക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ പ്രോൺസ് വെന്ത് വരുമ്പം അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോൺസ് ഞാൻ ഈ ഒരു രീതിയിൽ എടുത്ത് മാറ്റുകയാണ്. കണ്ടില്ല, ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം, അത് വെന്ത് വന്നപ്പോഴുള്ള കുറച്ച് വെള്ളവും കൂടി ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാത്രത്തിലേക്ക് തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 4-5 വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളകും, അത് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ പച്ചമുളകൊക്കെ. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് അരച്ചിട്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയിലേക്കുള്ള ഉപ്പും കൂടി ചേർക്കാം. അത്യാവശ്യം നല്ലതുപോലെ വഴന്ന് വന്നു കഴിഞ്ഞാൽ, ഒരുപാട് അങ്ങനെ വഴന്ന് അങ്ങനെ ആയി വരുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് അത് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പ്രോൺസ് വെന്ത വെള്ളം ഉണ്ടല്ലോ, ചെമ്മീൻ വെന്ത വെള്ളം, അത് നമ്മൾ എടുത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇത് മാത്രമാണ് കേട്ടോ മസാലകളായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത്. നമ്മളിതിൽ ഓവറായിട്ടുള്ള മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അതിൻ്റെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങയും, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കാതെ അങ്ങനെ ഒതുക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങനെ നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കണ്ട. എന്നിട്ട് നമ്മൾ ആ അരപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചേരുവയാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇതിൽ ചേർക്കണതാണ് ആ ഒരു മസാലേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പൊതുവേ ഈ ഒരു റെസിപ്പിയിൽ മീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചിക്കനും അതുപോലെ തന്നെ ബീഫിനെക്കാട്ടൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് ഈ ഒരു റെസിപ്പിക്ക് മീനാണ്. അപ്പോൾ ഏത് ഫിഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് മുള്ള് കളഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം മുള്ള് കളഞ്ഞിട്ട് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ മിക്സ് ആയും മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ. പ്രോൺസ് ചേർത്തതിന് ശേഷം കുറച്ചൊരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ടാവും, ചൂടൊക്കെ ആറി വന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കും. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുഴയ്ക്കുമ്പോൾ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് ഹാർഡായിട്ടും അല്ല, എന്നാലും നല്ല സോഫ്റ്റും ആയിരിക്കണം. ആ രീതിയിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രസ്സിലാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈസി സിമ്പിൾ മെത്തേഡിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ സിൽവർ ഫോയിലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് വാഴയില കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വാഴയില കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു പത്തിരി പ്രസ്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. ഈ രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മൾ നോർമലി നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയില്ലേ, നമ്മൾ ഇലയട ഉണ്ടാക്കിയില്ലേ, ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിൽ ചെയ്യുന്നത്. നമ്മളതിൽ ഈ ഫില്ലിങ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മളതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മുടെ ചെമ്മീൻ അടയാണ് കേട്ടോ അതിന് പറയുക. നല്ലൊരു അടേൻ്റെ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കാണിച്ചു തരാം. ഈ നിങ്ങൾക്കിപ്പോൾ സിൽവർ ഫോയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലാണ് ഏറ്റവും ബെസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ സിൽവർ ഫോയിൽ ഉപയോഗിക്കുക. ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇഡ്ഡലി പാത്രമില്ല, ഇഡ്ഡലീൻ്റെ അച്ചുണ്ടല്ലോ, ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്ന പത്തട്ടിൽ, അതിൽ ആദ്യം ഒരു പത്തിരി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത പത്തിരിയും കൂടെ വെച്ച് ഷേപ്പാക്കിയിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ സിമ്പിൾ മെത്തേഡ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻസ് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് പ്രസ്സിൽ വെച്ചിട്ട് വേഗം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. എനിക്ക് ഇത് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്, പെട്ടെന്ന് ആവുന്നതായിട്ട് ഇത് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതാ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കണ്ട. ഇത് പിന്നെ വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഇതിനകത്ത് തന്നെ വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ അടേൻ്റെ വലുപ്പം കാര്യങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന പോലെയല്ല, നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഴയിലാകുമ്പോൾ ആ വാഴയില എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇട്ടാൽ മതിയാകും. നമ്മൾ ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കയ്യിൽ ആക്കി ചെയ്യുമ്പോഴാണ് മൊത്തം ഒട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടുതലും ഇങ്ങനെ സിൽവർ ഫോയിലോ വാഴയിലോ ആക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു 25 മിനിറ്റ് നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഒരു ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത് ഒരു 20 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്ത് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ നല്ല ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. ഞാൻ അത് തുറന്ന് കാണിച്ചു തരാൻ കണ്ടില്ല, ഇങ്ങനെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയിലെ നമ്മൾ അടർത്തിയെടുക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. എണ്ണയോ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പലർക്കുള്ള ഡൗട്ടായിരിക്കും നമ്മളിത് എന്താ പറയുക സിൽവർ ഫോയിൽ ഹെൽത്തി അല്ലേ എന്നൊക്കെ. സിൽവർ ഫോയിൽ ഒരിക്കലും ഫുഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല കേട്ടോ. അത് നമ്മളെ ഫുഡിലേക്ക് കലരുന്ന ഒരു സാധനമൊന്നുമല്ല. അത് ഫുഡ് ഗ്രേഡായിട്ട് ഉപയോഗിക്കുന്നതാണ്, മിക്കവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം തന്നെ ഇതുപോലെ അതിൻ്റെ ആ സിൽവർ ഫോയിലൊക്കെ ഊരിയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അളവിൽ നിന്ന് എനിക്ക് ഇത്ര എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അതിനത് നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല ഹെൽത്തിയാണ്. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ആണ് നമുക്ക് കൂടുതൽ ഹെൽത്തി ആണല്ലോ പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റിസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ.